നിങ്ങളിതുപോലെ ഒരു ട്രെയിൻ ഒരു മാർക്കറ്റിൻ്റെ നടുവിലൂടെ സാധനങ്ങളുടെ മുകളിലൂടെയൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് വൺ ഓഫ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ഒരു റെയിൽവേ മാർക്കറ്റിൽ പോയിട്ട് ഇതുപോലെ അടുത്ത് നിന്ന് തൊട്ടൊക്കെ നോക്കാനും കാണാനും. തായ്ലാൻഡിലെ ബാങ്കോക്കിൽ നിന്നും 80 കിലോമീറ്റർ അകലെയാണ് ഇത് മൈക്ലോങ് റെയിൽവേ മാർക്കറ്റ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ തായ്ലാൻഡ് പോയാൽ മസ്റ്റായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ്. റെയിൽവേ മാർക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന ടൈമിന് തൊട്ട് മുമ്പ് വരെ ഇങ്ങനെയാണ് ആ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഫുള്ള് ക്രൗഡഡാണ്. രണ്ട് സൈഡിലും ഷീറ്റും അംബ്രല്ലയും ഒക്കെ ഉണ്ട്. എന്നാൽ ട്രെയിൻ ആകുന്ന ആ തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പേ ഇവർ പെട്ടെന്ന് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കും. അതേപോലെ തന്നെ ഇവരെ എല്ലാ കടകളുടെയും ഫ്രണ്ടിൽ വെച്ച് അംബ്രല്ല എല്ലാം എടുത്ത് മാറ്റും. അപ്പം നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും. പെട്ടെന്നാണ് ആ ട്രെയിൻ വരുന്നത്. ഭയങ്കര സ്ലോ ആണ് കേട്ടോ, സ്പീഡൊന്നുമില്ല, പതുക്കെ വരും. പക്ഷെ അത് കാണാൻ തന്നെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് എൻ്റെ ആ ഒരു ത്രില്ല് മനസ്സിലാകുള്ളൂ. തൊട്ടടുത്തൂടെയാണ് പോകുന്നത്, നമുക്കിങ്ങനെ തൊട്ട് നോക്കാം. ഇതിൽ കൂടുതലും ടൂറിസ്റ്റാണ് ഈ ട്രെയിൻ ഉള്ളിൽ പോകുന്നത്. അവർക്കും ഇതുപോലെ അകത്ത് നിന്ന് നമുക്ക് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസിനോട് കൂടി പിന്നെ പാസഞ്ചേഴ്സും പോകുന്നുണ്ടാകും ഓഫ് കോഴ്സ്. എന്നാൽ ഇതിങ്ങനെ നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യം നമ്മുടെ കൺമുന്നിൽ നിൽക്കുമ്പോൾ ഇത് പോയിക്കഴിഞ്ഞാൽ ഉടനെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് അംബ്രല്ലയൊക്കെ ശടപടയെന്ന് തിരിച്ചവർ വയ്ക്കും. പിന്നെ ബാക്ക് ടു ആ ക്രൗഡഡ് മാർക്കറ്റാണ്. ഭയങ്കര ഒരു അത്ഭുതം പോലെ നമുക്ക് തോന്നും. ഇതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അവിടെ ഉണ്ടെങ്കിൽ ഇത് കാണണം. പിന്നെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായി മാറും. ഇതിൻ്റെ അടുത്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഉണ്ട് കേട്ടോ.